അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഒന്ന് രണ്ട് വീഡിയോ കാണിക്കുന്ന വീഡിയോ മുഴുവൻ മുസ്ലിയാക്കന്മാരെ വീഡിയോ ആണ്. കാരണം അവരാണല്ലോ ഈ സമൂഹത്തിനെ പിഴപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മേൽ അതുപോലെ തന്നെ പ്രവാചകന്റെ മേൽ നുണ പറയാൻ, കള്ളം പറയാൻ ഉളുപ്പില്ലാത്ത വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയാണ് മുസ്ലിയാക്കന്മാര്. കാരണം അവർക്ക് അത് കഴിയുള്ളൂ. അവരെ പഠിപ്പിച്ചതും അതാണ്, അവര് പഠിപ്പിക്കുന്നതും അതാണ്. അപ്പൊ ജനങ്ങളെ പിഴപ്പിക്കുക എന്നുള്ളത് ഇവരുടെ മുഖ്യ ലക്ഷ്യം അതാണ്. ഇവർക്ക് പണം കിട്ടണം. പണം കിട്ടുകയാണ് എങ്കിൽ അവർ ദീനിനെ വിറ്റ് തിന്നും. ഇതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ അള്ളാഹുവിന്റെ മേൽ കള്ളം പറയാം, പ്രവാചകന്റെ മേൽ കള്ളം പറയാം, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. എത്ര എത്ര മുസ്ലിയാക്കന്മാരാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത നുണ. അവർക്ക് പരലോകത്തിനെ പേടിയില്ല, അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും, അതേപോലെ തന്നെ പരലോകത്തെ വിചാരണ, അവർക്ക് നരകം, ഇതൊന്നും അവർക്ക് പേടിയില്ല. കാരണം അവരെ കുളിക്കാത്ത നനക്കാത്ത കുറേ ഔലിയാക്കന്മാരെ പേരും പറഞ്ഞ് കുറെ എണ്ണം കെട്ടിപ്പൊക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവര് അവരെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഈ ജാഹിലീങ്ങളായ ആൾക്കാർ ഇങ്ങനെ കരുതി വെച്ചിരിക്കുന്നത്. ഈ വിവരമില്ലാത്ത മുസ്ലിയാക്കന്മാര് കരുതിയിരിക്കുന്നത് ഇവരുടെ ഈ ഔലിയാക്കന്മാരൊക്കെ പരലോകത്തെ രക്ഷപ്പെടുത്തും. പിന്നെ എന്ത് നരകം, പിന്നെ എന്ത് ചോദ്യം, പിന്നെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അതൊക്കെ ഔലിയാക്കന്മാര് ഞങ്ങളെ രക്ഷപ്പെടുത്തൂലേ എന്നുള്ള ആ ഒരു ധാരണയാണ്. ആ ധാരണയൊക്കെ പൊളിയും, അത് വേറെ കഥ. അതൊക്കെ അവിടെ കൃത്യമായിട്ട് അനുഭവിക്കും. കാരണം ഇവര് ആരോടാണോ ഇവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിക്കുന്നത് അവരൊക്കെ പിന്നെ പരലോകത്ത് കൈയൊഴിയും. ആരുമില്ലാത്തൊരവസ്ഥ. എന്നിട്ട് പിന്നെ ഈ തങ്ങന്മാരെ നേരെയും ഈ മത നേതാക്കളിനൊക്കെ അവരുടെ നേരെ തന്നെ ഇവര് പരാതി ഉന്നയിക്കും. എന്താണ്? അള്ളാഹു പിന്നെ പടച്ചവനെ ഇരട്ടി ശിക്ഷ കൊടുക്കണം. കാരണം അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ ഒഴിവാക്കി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവരോടാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം തോന്നി. അവര് കൈമുത്താനും കാലുമുത്താനും പിന്നെ കെട്ടിപ്പിടിക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ പരലോകത്ത് ഇതൊന്നും ഉപകാരപ്പെടൂല. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരുടെ ഈ പൊള്ളയായ കള്ളം പറച്ചല്, അതായത് അള്ളാഹുവിന്റെ മേൽ നുണ പറയാൻ ഇവർക്ക് ഒരു യാതൊരുവിധ പേടിയില്ല. പ്രവാചകന്റെ മേൽ മനഃപൂർവ്വം ഒരാൾ നുണ പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു എന്നാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടും ഈ പരലോകത്തിനെ പറ്റിയും അതേപോലെ നരകത്തിനെ പറ്റിയും ഒക്കെ ആ ഭയാനകമായ അവസ്ഥയൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ട് മുസ്ലിയാക്കന്മാർക്ക് എന്തേ തലതിരിഞ്ഞു പോയത് എന്നാണ് ആലോചിക്കുന്നത്. അവർക്കൊരു പേടിയില്ല. നോക്ക് നിങ്ങൾ, ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കാണിക്കാം. ആ വീഡിയോ രണ്ടെണ്ണം കാണുമ്പോൾ അള്ളാഹുവിന്റെ മേൽ പ്രവാചകന്റെ മേലൊക്കെ നുണ പറയാണ്. അവരെ സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടാൽ, മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടാൽ, അതുപോലെ പല മഹാന്മാരും സത്യസന്ധരായി ജീവിക്കുന്നവരുണ്ട്. അവരെ കണ്ടാൽ റസൂലുള്ളാഹിന്റെ സ്വഭാവം വരിൽ കാണും. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടാൽ, മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടാൽ, അതുപോലെ പല മഹാന്മാരും സത്യസന്ധരായി ജീവിക്കുന്നവരുണ്ട്. അവരെ കണ്ടാൽ റസൂലുള്ളാഹിന്റെ സ്വഭാവം വരിൽ കാണും. അതാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. നിരീക്ഷണം എന്ന് പറയുന്നത് നേരെ കാണുന്നിടത്തല്ല നിരീക്ഷണം എന്ന് പറയുന്നത്. നിരീക്ഷണം വസ്തുത പഠിച്ചു, അത് വിലയിരുത്തി, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിരീക്ഷണം. ഇവരിങ്ങനെ നബിയുടെ മേൽ ഒരുപാട് കള്ളം പറയും. ഇവർക്ക് യാതൊരു പേടിയില്ല. കാരണം സമസ്ത പിന്നെ രൂപീകരിക്കാൻ പറഞ്ഞത് തന്നെ നബി പറഞ്ഞിട്ടാണ് എന്നാ. നബിയുടെ അനുവാദത്തോട് കൂടിയാണ് സമസ്ത രൂപീകരിച്ചതെന്നും രൂപീകരണ യോഗത്തില് നബി അവിടെ വന്നിരുന്നു എന്നും, എന്നിട്ട് ഇവരുടെ മുസ്ലിയാക്കന്മാര് ദുആ ചെയ്തപ്പോൾ ആമീൻ പറയാൻ വേണ്ടി നബി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആമീൻ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇവരെന്നെ പറഞ്ഞത്. അങ്ങനെയൊക്കെ റസൂലുള്ളാഹിന്റെ മേൽ കള്ളം പറയുന്ന വിഭാഗം ഇവർക്കല്ലാണ്ട് ഇത് പറ്റുമോ? നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ ഈ മൊയ്ലിയാര് പറഞ്ഞത്, മുസ്തഫ ഫൈസി പറഞ്ഞത് നോക്ക്. റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് ആർക്ക്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക്, അതേപോലെ തന്നെ പിന്നെ ഹൈദരലി ശിഹാബ് തങ്ങൾക്കും. ഞാനിപ്പോ ഇത് പറയുന്നത് മുസ്തഫ ഫൈസി രണ്ടുപേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്കും അത് പറയേണ്ടി വന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് ഇവിടെ വലിയ വിപ്ലവമായിരുന്നു. നബി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നു എന്ന്. അപ്പോ നബിയുടെ സ്വഭാവം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് വന്നപ്പോ ഇതിൽ ആരപ്പോ നബി? സത്യത്തില് ജിഫ്രി ആണോ? ജിഫ്രി തങ്ങളാണോ? അതല്ല ഹൈദരലി ശിഹാബ് തങ്ങളാണോ? റസൂലുള്ളാഹിന്റെ സ്വഭാവമാണല്ലോ ഇങ്ങോട്ട് കിട്ടിയിക്കണേ. ഇവരിത് പറയുമ്പോൾ ഇവർക്ക് യാതൊരു പേടിയില്ലേ? നരകം ഇവർ ഉറപ്പിക്കണേ.
കാരണം റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കേണ്ടായി. സ്വഹീഹ് മുസ്ലിമിലെ 746-ാമത്തെ ഹദീസായി നമുക്കത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും എന്ന് സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, തീർച്ചയായും നബിയുടെ സ്വഭാവം ഖുർആനാകുന്നു. അപ്പോ റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാ. അപ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സ്വഭാവം എങ്ങനെയാ? മറ്റേ തങ്ങളുടെ സ്വഭാവം എങ്ങനെയാ? ഖുർആനാണോ? അല്ല. അപ്പൊ ഇവര് നബിയാണ് എന്ന് ഇപ്പൊ സത്യത്തിൽ ഇവരാണ് ഇപ്പൊ നബി. കാരണം ഇവര് വിളിക്കുന്നിടത്ത് നബി വരും, പിന്നെ പോവാൻ പറഞ്ഞാൽ പോകും, ഇവർ സദസ്സിൽ നബി വരും, ഇതൊക്കെയാണല്ലോ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. അപ്പൊ റസൂലുള്ളാഹിന്റെ മേത്ത് കള്ളം പറയാ, എന്നിട്ട് നബി സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞൊന്നും പറഞ്ഞിട്ടാണ് ഇവരിവിടെ വിപ്ലവം ഉണ്ടാക്കുക. ഇല്ലാത്ത ചില കാര്യങ്ങളാണതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകെ വിപ്ലവമാണ്. ഇപ്പൊ നോക്ക്, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഇവർക്ക് കിട്ടി, അപ്പൊ ഇവരും നബിയൊക്കെ ഒന്നായി. അപ്പൊ നബി സാധാരണ മനുഷ്യനായി മാറി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവരെ ഭാഷ പ്രകാരം നബി സാധാരണ മനുഷ്യനായി. എന്താ കാരണം? ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സ്വഭാവമാണ് നബിക്ക്, നബിയുടെ സ്വഭാവമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും മറ്റു തങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ തുല്യായി ഇനി. അപ്പൊ ഇതാണ് അവസ്ഥ. ഇവർക്ക് എന്ത് പറയണം ഏത് പറയണ്ട എന്നുള്ള ആ വകതിരിവ് നഷ്ടപ്പെട്ടു പോയി ഈ മുസ്ലിയാക്കന്മാർക്ക്. ഇനി കഴിഞ്ഞില്ല, ഇനി വേറൊരു നുണയും കൂടിയും പറയുന്നുണ്ട്, അത് കേൾക്കാം നമുക്ക്. ഷെയ്ഖ് ഖാജ മുഈനുൽ ചിശ്തി ഇന്ത്യയിലേക്ക് വരുന്നത് ഷെയ്ഖ് റിഫായുടെയും ഷെയ്ഖ് ജീലാനിയുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് വരുന്നത്. ഒറ്റ കാലക്കാരാണ്, അനുഗ്രഹം വാങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ അറിയാം. അദ്ദേഹത്തിന്റെ ഉസ്താദ് അമീറുൽ ഇസ്ലാം എന്തോ പേര് പറഞ്ഞു. ഖാജയെ കുറിച്ച് ധാരാളം എഴുതിയ ആളാണ്. ഖാജാ കു ദൗല ബിശാറെ ഖുദാ और पैगंबर वास्ते हुक्मे दिया इसके हाथून मुबारक से किसवे मिले वो अला मकामे विलायत हुए अला मकामे विलायत हुए. ഖാജാക്കി രാജ്യം ഇന്ത്യ അല്ലാഹു എഴുതി കൊടുത്തിരിക്കുന്നു. ഖാജാക്കി രാജ്യം ഇന്ത്യ അല്ലാഹു എഴുതി കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ഭരണം അദ്ദേഹത്തിന്, അതിന്റെ അധികാരം റസൂലുള്ളാഹിയിൽ നിന്ന് തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ലഭിക്കുക എന്നുള്ളത് അലാ മഖാമേ വിലായത്ത് ഹുവേ, വിലായത്തിന്റെ ഏറ്റവും ഉയർന്ന മഖാമാണ്. അത് തന്നെയാണ് ഷെയ്ഖ് ജീലാനി അവർക്ക്. നബിയുടെ സ്വഭാവം ഇവർക്ക് കിട്ടി. ഇവരെയും നബിയും ഒന്നായ സ്ഥിതിക്ക് ഇനിയിപ്പോ അടുത്ത ആള് അള്ളയാണ്. ഇനി അള്ളാനെ പിടിക്കുകയാണ്. ഇനി എന്താ പറഞ്ഞത്? ഇന്ത്യ അജ്മീർ ഖാജക്ക് ഇന്ത്യ അള്ള എഴുതി കൊടുത്തു എന്ന്. എങ്ങനെയുണ്ട്? ഇമ്മാതിരി തള്ളുമ്പോ അല്ല, ഇതൊക്കെ കേൾക്കാൻ ആളുണ്ടേ. അള്ളാഹു നേരിട്ട് എഴുതി കൊടുത്താണ് ഇന്ത്യ രാജ്യം. ഇന്ത്യ മൊത്തം അങ്ങോട്ട് മുബ്രിക്ക് അജ്മീർ ഖാജക്ക് ഫുള്ളായിട്ട് ഞങ്ങള് എഗ്രിമെന്റ് എഴുതി കൊടുത്തു. അള്ള നേരിട്ട് വന്നിട്ട് രജിസ്റ്റർ ഓഫീസിൽ വന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതാ. ഇങ്ങനെയൊക്കെ തള്ളുമ്പോ ഇതൊക്കെ ജനങ്ങള് ഇത് കേൾക്കുകയാണ്. ഇതൊക്കെ ആദ്യ കാലത്തൊക്കെ ആണെങ്കിൽ കുറെ എണ്ണം ഇവരെ വലയിൽ വീണ് പോയേനെ. പക്ഷെ ഇപ്പൊ ഒന്നും നടക്കൂല. ഇപ്പോഴത്തെ ആൾക്ക് ഇപ്പൊക്കെ കുറെ സത്യം ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നുണ്ട്. കാരണം മുസ്ലിയാക്കന്മാർ എന്താ പഠിപ്പിക്കുന്നത്, ഇവരെ കയ്യിൽ എന്താ സ്റ്റോക്ക് ഉള്ളത്, ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവര് ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ എല്ലാവരും ചോറന്നെ തിന്നണം. പക്ഷെ മുസ്ലിയാക്കന്മാര് പിന്നെ മാഹലിലുള്ള ജനങ്ങളെയൊക്കെ ചൂഷണം ചെയ്തിട്ട് അവരെ ദീൻ പഠിപ്പിക്കുകയില്ല. അവരെ മാലയിലും മൗലിദിലൊക്കെ തളച്ചിട്ട് ജാർത്തി കൊണ്ടുപോയി തളച്ചിട്ട് അവരെ ഭക്ഷണം കഴിച്ച് തീറ്റും കഴിഞ്ഞിട്ട് ജനങ്ങളെ പിഴപ്പിക്കുകയാണ്. പക്ഷെ മറ്റുള്ള ജനങ്ങൾ അങ്ങനെയല്ലല്ലോ. അവരൊക്കെ അവർ സമ്പാദിച്ച് തിന്നെയാണ്. ഇതല്ല, ഇത് കൊള്ളയടിച്ച് തിന്നെയാണ്. അപ്പൊ ജനങ്ങളൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ജനങ്ങൾക്കൊക്കെ കൃത്യമായി വിവരം വെച്ചിട്ടുണ്ട് ഈ മുസ്ലിയാക്കന്മാർ എവിടേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന്. ഇവർ പറയുന്ന ആശയം എന്താണ്, ആരുടെ ആശയമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്, ഇവരുടെ ലക്ഷ്യം എന്താന്നൊക്കെ ജനങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ കാര്യം പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാരെ വലയിലൊന്നും നിങ്ങൾ പെട്ടുപോകണ്ട. കൃത്യമായി ദീൻ പഠിക്കുക, കൃത്യമായി ആ പ്രവാചകന്റെ ചര്യ പഠിക്കുക, ആ പ്രവാചകനെ സ്നേഹിക്കുക, ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക. ഇതേപോലെയുള്ള കള്ളക്കഥയിൽ ആരും കുടുങ്ങാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.